നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരുടെയും ക്യാരക്ടറും ഭയങ്കര രസമാണ്. കോമ്പിനേഷൻസ് ഭയങ്കര രസമാണ്. സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, ഡയലോഗ്സ് എല്ലാം ഒരുപാട് എൻജോയ് ചെയ്യും. ചിരിക്കാനുണ്ട്. പിന്നെ കഥയുടെ ട്രാക്ക് പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു പോർഷൻ പോലും നമുക്ക് അങ്ങനെ ഒരു മോണോട്ടനസ് ആയിട്ട് തോന്നുന്നില്ല. ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആൻഡ് ഫൺ. ഞാൻ തന്നെ പറയുന്നെങ്കിൽ ഞങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര നന്നായിട്ടുണ്ട്. പിന്നെ ആക്ച്വലി നമ്മൾ ഇവിടെ ഇപ്പൊ മൊത്തം അല്ല നമ്മളെ കാണിച്ചതെങ്കിൽ കൂടെ ഞാൻ മൊത്തം കണ്ടതാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാരും കാണുമ്പോൾ ഇഷ്ടമാവും. എല്ലാരും കാണണം ഹോട്ട്സ്റ്റാറിൽ വരുമ്പോ. താങ്ക് യു. തീർച്ചയായിട്ടും അടിപൊളിയായിട്ടും. താങ്ക് യു. ഒരു വൈ കൊടുക്ക്. ഫാമിലിക്ക് കാണുമ്പോൾ പലരും നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. എല്ലാരും കാണണം, മിസ് ചെയ്യില്ല. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. 4 എപ്പിസോഡ് പോയതായിരുന്നില്ല. നല്ല ഫ്ലോറിലായിരുന്നു. നല്ല ഹ്യൂമറുണ്ട്. അതിൻ്റേതായിട്ടുള്ളത് എല്ലാവരും നല്ല ഹ്യൂമറുണ്ട്. പിന്നെ എല്ലാവരും പെർഫോമൻസസും ഇതിനെപ്പറ്റി ഈ പ്രൊജക്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് അറിയാവുന്നതാണ്. ഇതിനകത്ത് അസോസിയേറ്റ് ആയിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതുകൊണ്ടല്ല, അതല്ലാതെ തന്നെ ഞാൻ നല്ല ഫ്ലോയിലാണിത് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് ഇതിനകത്തുള്ള ആ ഒരു കോമ്പിനേഷൻ, ലവിൻ്റെയും വീട് പണിയുടെയും കോമ്പിനേഷൻ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതതിൻ്റെ ടെൻഷൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ കണ്ടത് 4 എപ്പിസോഡാണ്. ഈ 2 എപ്പിസോഡ് കൂടെ ഉണ്ട്. ഇറങ്ങി ഉടനെ കാണാം. നല്ല രസമുണ്ട്. പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. വീട് പണിയും ചെറിയ റൊമാൻസൊക്കെ ആയിട്ട്. നീരജ് ഭയങ്കര രസമുണ്ട്. ഗൗരിയും നല്ല രസമുണ്ട്. അജുവേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. അജുവേട്ടൻ്റെ പേര് ആൻ സലീം, അവർ നന്നായിട്ടുണ്ട്. പിന്നെ അച്ഛനമ്മമാരായിട്ട് അഭിനയിച്ചവരൊക്കെ നന്നായിട്ടുണ്ട്. ഓഫ്കോഴ്സ് വിഷ്ണു നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഭയങ്കര റിലേറ്റബിളാണ്. ഹ്യൂമറൊക്കെ നല്ല രസമുണ്ട്. ഡ്രാമയും ഭയങ്കര രസമുണ്ട്. മൊത്തത്തിൽ ഉടനെ ഇതുപോലെ ഹോട്ട്സ്റ്റാറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരെണ്ണം ഉണ്ടാവോ ഒരു വെബ് സീരീസ്? താങ്ക് യു. സിനിമയൊക്കെ ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്, കാണുന്നുണ്ട്. ആകെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കിന് ശേഷമാണ് ഇങ്ങനെ ഒരു റിലേറ്റബിൾ ക്യാരക്ടർ ചെയ്യുന്നത്. അതൊരു എന്താ പറയുക, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടർ. ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള കഥാപാത്രം നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആളുകൾ ഇഷ്ടപ്പെട്ട വടക്കൻ സെൽഫിയും സപ്തമസ്വയിലൊക്കെ പോലുള്ള ആ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ലൈക്ക് ഒരു ക്യാരക്ടറിനെ വീണ്ടും ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ആൻഡ് നമ്മളുടെ റിവ്യൂവിന് വിളിച്ചെത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഹോട്ട്സ്റ്റാർ, ജിയോ ഹോട്ട്സ്റ്റാർ ആയതിനു ശേഷം വരുന്ന ആദ്യത്തെ സീരീസാണ്. അപ്പോൾ ഇതിൽ അജുവേട്ടൻ എന്നുള്ള വരാൻ പറ്റിയിട്ടില്ല. അജുവേട്ടൻ അതിനകത്ത് അഭിനയിച്ച മറ്റ് ആക്ടേഴ്സ് ഗൗരി, എൻ്റെ പേരായിട്ട് അഭിനയിച്ച ഗൗരി, ഇവരെല്ലാവരും ഇതൊരു എൻസെമ്പിൾ കാസ്റ്റിലെ പരിപാടി. ഒരു പടം ലവകുശയായിരുന്നു ലാസ്റ്റ് പടം. അപ്പോൾ ഈ പടത്തിൽ വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഓക്കെ ഇത്ര നാളായിരുന്നു ഉള്ള റിയലൈസേഷൻ വന്നത്. സോ ആക്ച്വലി അജുവേട്ടൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ലവകുശയുടെ സെക്കൻഡ് പാർട്ടിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് എൻ ഐഡിയ ഇൻ മൈൻഡ്. ബിക്കോസ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഈസിനെസ് അത് ഭയങ്കര we missed it. People also like it. അപ്പോൾ പിന്നെ നമുക്ക് പറ്റിയാൽ ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രൊജക്റ്റുകൾ കൂടുതൽ ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എല്ലാവരും ആക്സസറിയാ ഒന്നുമില്ല, ഇത് ജസ്റ്റ് ജ്വല്ലറി. ഞാനിപ്പോ ജ്വല്ലറിയിൽ കുറച്ച് ട്രിപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആക്സസറീസ് ആണുങ്ങൾക്കും ആവാലോ. എനിക്കിഷ്ടമുള്ള പരിപാടികൾ ഇടുന്നു. ചിലത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ചിലത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണോ അജുവേട്ടൻ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നില്ല വിഷ്ണുവിന്റെ. പക്ഷെ അജുവേട്ടൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഓപ്പൺ ആയിരിക്കുമോ എന്ന് ഡൗട്ട്. കാരണം അദ്ദേഹം KCF കഴിഞ്ഞ് കുറച്ച് സീരിയസ് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വീണ്ടും ഒരു ഹ്യൂമറിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അജുവേട്ടൻ പറഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഞങ്ങൾ ഒരുമിക്കുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കാരണം പുള്ളി കഥ കേട്ട് എന്നെ വിളിച്ചത്, എടാ നീ ഇത് ചെയ്യുന്നുണ്ടോ, എന്നാൽ നമുക്ക് പിടിക്കാം.
അപ്പൊ ഞാൻ ഐ വാസ് മോർ എക്സൈറ്റഡ് അബൌട്ട് 7 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു തന്തവൈബ ക്യാരക്ടർ എനിക്ക് പുള്ളി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം ഹാപ്പി ടു അസോസിയേറ്റ് വിത്ത്